ടിവിയിൽ ബിഗ് ബോസ് കാണാൻ ഒരു രസമില്ലാതെ കൊണ്ട് ചേട്ടന്റെ ചാനലിൽ വന്ന് കാണുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 75 പ്ലസ് എപ്പിസോഡ് എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ മെയിൻ എപ്പിസോഡ് കാണാത്തവർ കണ്ടിട്ട് വരാൻ ലിങ്ക് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ പിൻഡ് കമന്റിലുണ്ട്. രാവിലെ 10:45. അപ്പൊ നമ്മുടെ ജിൻഡോ നോറയും കൂടി ഒരു ചെറിയ വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ സായി പറയാണ്. എന്റെ പൊന്ന് സായി, മനുഷ്യനെ ചിരിപ്പിക്കാൻ വന്നോളും. അങ്ങനല്ല ജാസ്മിൻ പറയണ് അങ്ങനെയല്ല, പിന്നെ എങ്ങനെയാ ജാസ്മിന് ടാസ്ക് ചെയ്യണം? അതെ, ഉത്തരം കൊടുത്താ മതി. നിക്കണ് അതിന് നോറ എന്തിനാ കിടന്ന് പട്ടിഷോ കാണിച്ച്? ഇതിന്റെ മുന്നേ ഹോട്ട്സ്റ്റാർ ഇട്ടിട്ട് നീ ഇനിയും വലിപ്പിക്കും. അതെ, വലിപ്പിക്കണ്ട, അവള് ടാസ്ക് ചെയ്താൽ മതി. കഴിഞ്ഞ തവണ എന്റെ കൂടെ ടാസ്ക് കിട്ടിയിട്ട് അവളത് കൊളവാക്കി. ഇത് അവൾ അങ്ങനെ കൊളവാക്കണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇടപെട്ടെന്നാണ് ജിൻഡോ പറയുന്നത്. അതിന്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ ജാസ്മിൻ സായിക്ക് ഇട്ടൊരു കുത്ത്. നോറ ഇരിക്കുമ്പോ പറയുന്നില്ലെന്നുള്ളതില് എനിക്ക് സങ്കടം. വേറൊന്നുമല്ല, നോറ ഇരിക്കുമ്പോ സായി ഇങ്ങനെ പറയാറില്ല എന്നാണ് ജാസ്മിൻ പറയുന്നത്. ഞാൻ പറയും ജിൻഡോ ഞാൻ പറയും ആരുണ്ടെങ്കിലും. ഇന്ന് തന്നെ നീ കവർ ചെയ്ത് പിടിക്കുന്നു. എന്തിനാ കവർ ചെയ്യുന്നേ? അതിപ്പോ ജാസ്മിൻ പിന്നെയും പറയാണ് സായി നോറേനെ കവർ ചെയ്താണ് സംസാരിക്കാറുള്ളത്, ഒന്ന് ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് സംസാരിക്കാറുള്ളത്. അപ്പൊ സായി ചോദിക്കുന്നത് ഷുഗർ കോട്ടിങ് ഇത്ര വലിയ തെറ്റാണോ? അത് കവർ ചെയ്യും, അതെന്റെ പേഴ്സണാലിറ്റി. അല്ലെങ്കിലും സായി പുറത്ത് ഒരാളെയും കുറ്റം പറയാറില്ല, എല്ലാവരെയും ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് കാറിൽ ഇരുന്ന് സംസാരിക്കാറുള്ളൂ. അതായത് എനിക്ക് ഷുഗർ കോട്ട് ചെയ്യേണ്ടത് ഷുഗർ കോട്ട് തെറ്റൊന്നുമില്ലല്ലോ. ഇത്ര നല്ല പേഴ്സണാലിറ്റി വേറെ ആർക്ക് കിട്ടും? ഞാൻ ഇതുവരെ ആരെടുത്തും അപ്പൊ ജാസ്മിൻ പറയാണ് അത് ഭയങ്കര മോശമാണ് സായി, ഇങ്ങനെ ഷുഗർ കോട്ട് ചെയ്തൊന്നും സംസാരിക്കാൻ പാടില്ല. ഞാൻ ഇതുവരെ ഒരാളെ പോലും ഷുഗർ കോട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല. ആരെന്ന് പറയരുത്, ഗബ്രിയെ ഷുഗർ കോട്ട് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഗബ്രീനെ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ആരെയാ? ജാസ്മിൻ. അതെങ്ങനെയാണ് വന്നി നീ ഇവിടെ പറയണേ? ഞാൻ ഷുഗർ കോട്ട് ചെയ്യുന്ന ജാസ്മിൻ ഉത്തരം മുട്ടി. പല വട്ടങ്ങൾ റസ്മിനെയും ഗബ്രിയും ഒക്കെ ജാസ്മിൻ ഷുഗർ കോട്ട് ചെയ്തിട്ടുണ്ട്. നീ രശ്മിനെയും ഗബ്രീനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പ്രശ്നം വരുമ്പോ ജാസ്മിൻ ചെയ്തിട്ടുണ്ട്. ജാസ്മിൻ ചെയ്തിട്ടുണ്ട്. അതിന് നീയല്ലേ ഇപ്പൊ പറഞ്ഞേ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ആരെയും ഷുഗർ കോട്ട് ചെയ്യാറില്ല, ഞാൻ എല്ലാരും മുഖത്ത് നോക്കി കാര്യം പറയുന്നു. ഞാനും പ്രൊട്ടക്ട് ചെയ്യും. സായി അങ്ങനെ സായിയും ജാസ്മിനും തമ്മിലുള്ള ടോക്ക് പിന്നെയും തുടർന്നു. ഇനി എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഒരാളെ നല്ല എല്ലാവരും. അപ്പൊ ജാസ്മിൻ പറയാണ് എടാ ഞാൻ ഷുഗർ കോട്ട് ചെയ്യുന്നതും നീ ഷുഗർ കോട്ട് ചെയ്യുന്നതും വേറെ വേറെയാ. ഞാൻ ഗബ്രീനെയും രശ്മിനെയും ചെയ്യാറുള്ളൂ, പക്ഷെ നീ ഈ ഹൗസിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. അത് നിന്റെ ഫേക്ക് ആണ്, നിന്റെ ഗെയിമാണ്, അതെനിക്കറിയാം. നിന്റെ ഗെയിമാണ്. ആ ഗെയിം എനിക്ക് ഇഷ്ടപ്പെടണോ? നിനക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്റെ കാര്യം ചെയ്യും. വന്ന മൊമെന്റ് തൊട്ട് നീയല്ല. ജാസ്മിൻ പറയണം നീ വന്നോട്ട് പെട്ടെന്നായിരുന്നു നിന്റെ ചേഞ്ച്, അത് നിന്റെ ഗെയിമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിന്റെ ഷുഗർ കോട്ട് ചെയ്യുന്ന തെറ്റല്ല. സായി ദൈവമേ എന്റെ ഗെയിം ഇവൾ അറിഞ്ഞ. സീക്രട്ട് ഏജന്റിനെ മാത്രമേ അറിയൂ. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ജാസ്മിൻ ജാഫറിനെ അറിയില്ല. അപ്പൊ സായി എക്സ്പ്ലെയിൻ ചെയ്യാണ് എന്റെ എക്സ്ട്രീം ലെവലുള്ള സീക്രട്ട് ഏജന്റിനെ മാത്രമേ നിനക്ക് അറിയുള്ളൂ. സായി കൃഷ്ണനെ നിനക്ക് അറിയില്ല, കണ്ണനെ നിനക്ക് അറിയില്ല, ഉണ്ണിക്കണ്ണനെ നിനക്ക് അറിയില്ല. കണ്ട എന്റെ ക്ലീൻ ഷേവ് അടിച്ച മുഖം. എനിക്കറിയാവുന്നത് ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ വ്യക്തിയെയാണ്. പക്ഷെ ജാസ്മിൻ എനിക്കറിയാം, ജാസ്മിന്റെ ക്യാരക്ടർ അറിയാം. ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിൻ ഇപ്പൊ നീ ജാസ്മിൻ ആയിട്ടാ നിക്കണേ, പക്ഷെ കുറച്ച് നാൾ മുമ്പ് വരെ നീ ജാസ്മിൻ അല്ലായിരുന്നു. മുമ്പ് ഉണ്ടായിരുന്ന നീ എങ്ങനെയായിരുന്നു എന്നുള്ളത് പുറത്തുള്ള ഞാനോ? ജാസ്മിൻ പുറത്താ. ജാസ്മിന് മനസ്സിലായി ഗബ്രിയുടെ കാര്യം പറയാൻ പറ്റുന്നത്. വേഗം വിഷയം മാറ്റാ. സായി കൃഷ്ണൻ ഒരിക്കലും നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാനായിട്ട് ഈ സാധനം പുറത്തു ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ പറഞ്ഞതിലും പോയിന്റ് ഉണ്ട്, സായി പറഞ്ഞതിലും പോയിന്റ് ഉണ്ട്. ജാസ്മിൻ സായിയുടെ ഗെയിം നൈസായിട്ട് പൊളിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചെറിയൊരു സംശയം ഉണ്ട്. നിങ്ങൾക്ക് ഉണ്ടോ സംശയം? പറഞ്ഞിട്ട് മാറി നിൽക്കുമ്പോൾ ഷുഗർ കോട്ടിങ് എന്തിന്? സായി ജാസ്മിന്റെ പുറകെ നടന്നത് എക്സ്പ്ലെയിൻ ചെയ്യാ. ഞാൻ സായി കൃഷ്ണനാണ്, ഇതാണ് എന്റെ റിയല്, പുറത്തുള്ള സീക്രട്ട് ഏജന്റ് എനിക്ക് പറ്റിപ്പോയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഇമേജ് വർദ്ധിപ്പിക്കാനുള്ള സംഭവങ്ങൾ പൊളിയോന്ന് വിചാരിച്ചിട്ട് സായി ഇങ്ങനെ ജാസ്മിന്റെ പുറകെ നടന്ന് പറയാ. നിന്റെ ഭാഗം ക്ലിയർ അല്ലേ? പിന്നെ നീ എത്ര നേരം ഇതിന്റെ ജാസ്മിൻ എടാ അത് വിടടാ, നിനക്ക് നിന്റെ കാര്യം അറിയാലോ, പിന്നെ അതെന്തിനാ എന്റെ പുറകെ എക്സ്പ്ലെയിൻ ചെയ്തോണ്ട് നടക്കണേ? നിർത്താം നമുക്ക്. സായി ഞാൻ വന്നോ എക്സ്പ്ലെയിൻ ചെയ്യാൻ? ജാസ്മിൻ നീ വന്നു ഞാൻ ഇവിടെ എന്റെ പാത്രം കൊണ്ടുവച്ചു. സായി ഞാനല്ല വന്നത്, നീയാണ് വന്നത്. ജാസ്മിൻ സിജോ ആരാ വന്നേ? പിടിച്ചു നിർത്തിയേ? നീ അത് നിർത്താൻ പറഞ്ഞില്ല, നീ പറയണോ? അല്ല ആരാ വന്നേന്ന് പറ. ആരാ പിടിച്ചു നിർത്തി? ഞാനാണോ? അത് ഞാനും അവനും വന്നു. അത്ര കേട്ടാതി. ഇന്നലെ ജാസ്മിൻ ഞാനിന്ന് കുറെ സംസാരിച്ചിട്ടോ. അതിപ്പോ ജിൻഡോ ഋഷിനോട് മൻസിബേനോട് പറയാ ഞാനും ജാസ്മിനും ഇന്നലെ രാത്രി ഇരുന്ന് കുറെ സംസാരിച്ചു. ജാസ്മിൻ പറയണേ അപ്സരയില്ലേ അവള് പ്രതികരിക്കില്ല. എന്തെങ്കിലും പറഞ്ഞ അവള് പ്രതികരിക്കും. ഞാൻ പറഞ്ഞു ഇപ്പൊ ചെന്ന് പറഞ്ഞു നോക്കി പ്രതികരിക്കും അറിയാം. അപ്പൊ ജിൻഡോ പറഞ്ഞു നീ ഇപ്പൊ പോയി ഒന്ന് ചോദിച്ചു നോക്ക്, പ്രതികരിക്കുമെന്ന് കാണാം. ഇങ്ങനെ കാണിച്ചു അല്ലെങ്കിൽ എന്താ ശരി അങ്ങനെ
അവളെന്ത് പറഞ്ഞു? പാവങ്ങള് വെറുതെ ഇരുന്ന് സംസാരിച്ചു. ഞാനും ജാസ്മിനും 2 മണിക്കൂറായിരുന്നുണ്ട്. നോറ എന്റെ പറയുന്നത് ഇന്നലെ അടിപൊളി കണ്ടന്റ് പോയനെ. ഞാനും ജാസ്മിനും സായും നോറയും കുറെ സംസാരിച്ചു. പക്ഷെ ഉള്ളത് പറയട്ടെ, ഇതൊന്നും എപ്പിസോഡിൽ വന്നുള്ള ഞാനാ പറഞ്ഞത്. അതിനാണ് സൈൻ പിടിച്ചത്. എനിക്കറിയാം എന്നെ പേടിയാന്ന്. എന്റെ അടുത്ത് ഓ ആരി പറയണ അൻസിതയാ. ഇതാരാ രംഗപൂജയ്ക്ക് ഇരിക്കുന്ന ഡാൻസറോ? കയ്യര കയ്യാ കയ്യര കയ്യാ. പുല്ല് പറിക്കണോ? ഇപ്പൊ നോറ കാർപ്പറ്റിന്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ എന്തോ പറക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഋഷി ഒന്ന് ചോദിച്ചു, നീ എന്താ ചെയ്യണ? പുല്ല് പറിക്കണ? ധൈര്യത്തിൽ കിട്ടിയ സ്ഥലല്ലേ, ഇവിടെ വൃത്തിയാക്കാന്ന് വിചാരിച്ചു. നമ്മളിവിടെ ഔദാര്യത്തിലൊക്കെ അല്ലേ ജീവിക്കുന്നേ. അപ്പൊ ഈ ഔദാര്യത്തിൽ കിട്ടിയ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. ഋഷി എന്തുവാടാ ഇതൊക്കെ? ഇവളോട് സംസാരിക്കാനും ചോദിക്കാനും വന്ന എന്നെ അടിക്കണ ആദ്യം. ഔദാര്യത്തിലിരിക്കല്ലേ ഇപ്പൊ ഞാൻ ഔദാര്യത്തിൽ ഇങ്ങനെ ഇരുന്നു. ഇത് കേട്ടിട്ട് നേരെ ഋഷി പോയിട്ട് അൻസിബേനോട് ഇതങ്ങോട്ട് പറഞ്ഞു. ട്രാക്ക് സിമ്പതി ട്രാക്ക് വീണ്ടും പിടിക്കുക. വേറെ അത് തന്നെ അൻസിബ അവളുടെ മറ്റേ വീട്ടുകാരെ കുറ്റം പറയുന്ന ഗെയിം പൊളിഞ്ഞല്ലോ. ഞാൻ രാവിലെ പൊളിച്ചു കൊടുത്തല്ലോ. അതിനുശേഷം അവള് സിമ്പതി ട്രാക്ക് പിടിക്കുക. ഈ വീട്ടിൽ ആരുമില്ല, ഔദാര്യത്തിലാ ജീവിക്കുന്നേ എന്നുള്ള ട്രാക്ക് പിടിച്ച് ജനങ്ങളുടെ ശ്രദ്ധ പറ്റാനുള്ള പരിപാടിയുണ്ട്. നീ മൈൻഡ് ചെയ്യേണ്ടത് എവിടെ വരെ പോകുന്ന നോക്കട്ടെ. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ടോ അൻസിബ. ഞാൻ മൈൻഡ് ഒന്നും ചെയ്യില്ലടാ. കിട്ടുകയും ചെയ്തു. അവള് ടോപ്പ് 5 അവള് എക്സ്പെക്ട് ചെയ്ത അവളെ. എനിക്ക് ചിരിക്കാൻ വയ്യ. അവള് വിന്നർ ആവുന്നും അവളുടെ മനസ്സിൽ വലിയ സാധനം നോറ വിന്നറാ. പോ അൻസിബ. വിചാരിച്ചില്ല. എനിക്കറിയാം. നടന്ന കാര്യം തന്നെ. നോറ വിന്നറേ. അത് കിട്ടിയത് അവളുടെ ഭാഗ്യം. ഭാഗ്യം എന്ന് വിചാരിക്കും. അൻസിബയ്ക്ക് അന്ന് നോറേനെ നോമിനേഷനിൽ നിന്ന് രക്ഷിച്ചതിൽ ചെറിയൊരു വിഷമമുണ്ട്. ഷോപ്പിംഗ് വൗച്ചറുകൾ നൽകിയിരുന്നു. ബെസ്റ്റ് ടീമായിട്ട് സെലക്ട് ചെയ്ത മെമ്പേഴ്സിന് കുറച്ച് ഷോപ്പിംഗ് വൗച്ചേഴ്സ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ക്ലെയിം ചെയ്യാനുള്ള ടൈമാണെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. ആർക്കൊക്കെയാണ് ലഭിക്കാത്തത് എന്ന് ചോദിക്കുന്നതായിരുന്നു എളുപ്പം. ബിഗ് ബോസ് തగ్గടിക്കണ സായി. അതെന്താ ബിഗ് ബോസ് അങ്ങനെ ഒരു സംസാരം? ജിൻഡോ ശ്രീതു ആ ഫിഷിന്റെ എനിക്കിതാ. എന്റെ ജിൻഡോ ചേട്ടാ നമുക്ക് ഷെയർ ചെയ്യാട്ടാ. ജിൻഡോ എന്നാ കുഴപ്പമില്ല. കൂപ്പൺ റെഡീം ചെയ്യാന്ന് പറഞ്ഞപ്പോഴേക്കും ഓരോരുത്തരുടെ മുഖത്ത് 100 വാട്സിന്റെ ബൾബ് ഇട്ടാണ് നോക്ക്. ജാസ്മിൻ കൊതിയായിട്ട് വയ്യ. ആദ്യം പോയി നമ്മുടെ അപ്സരയാണ്. അപ്സരയ്ക്ക് വലിയൊരു പാത്രം കിട്ടി. ഇപ്പൊ എല്ലാവരും ഇന്ന് കഴിച്ച് മരിക്കും ഞങ്ങള് എന്ന് പറഞ്ഞു. നമ്മുടെ ജാസ്മിൻ പോയി. ഇത്ര ഉള്ളൊരു പാത്രം. ജാസ്മിൻ ഇത്ര ഉള്ളു വലുതാ. ജാസ്മിൻ വന്നതോടുകൂടി എല്ലാവരുടെയും പ്രതീക്ഷ പോയി. അങ്ങനെ ഓരോരുത്തർ പോകുന്നു, ഓരോന്ന് കിട്ടുന്നു. നമ്മുടെ അഭിഷേകിനാണ് പിന്നെ ഇത്തിരി വലുത് കിട്ടിയത്. സിജോക്ക് കുറെ ഉണ്ടല്ല. പൊറോട്ടയും ചിക്കൻ കറിയാ. അർജുനും 2 കണ്ട് റെഡീം ചെയ്യാനുണ്ടായി. അർജുൻ പോയി കൊടുത്തു കഴിഞ്ഞപ്പോ അർജുന് കുറെ കിട്ടി. പിസയും ഇത് കേട്ട് കുറെ സാധനം കിട്ടി. കോൺഫറൻസ് റൂം ഋഷി അൻസിബി ആണല്ലോ ഫുൾ എപ്പിസോഡ് മൊത്തം. മറ്റേ കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിലേക്ക് പറഞ്ഞാൽ ബി ന്യൂസ് എന്ന് പറഞ്ഞൊരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ മെയിൻ എപ്പിസോഡിലുണ്ട്. കാണാത്തവർ പോയി കണ്ടിട്ട് വരാം. ലിങ്കിൻ പിൻഡ് കമന്റ്. അപ്പോ അതില് ഇങ്ങനെ ഋഷീനെയും നോറേനെയും അഭിഷേകും കൂടി ഈ റൂമിൽ ഇരുന്ന് വർത്താനം പറഞ്ഞത് ഒരു ന്യൂസ് ആയിട്ട് പറഞ്ഞെങ്കിൽ അവര് ഫുൾ ടൈമിലേക്ക് നോക്കണം. അതിനെപ്പറ്റി അൻസിബ ഋഷീനോട് പറയാ, നമ്മൾ ഈ റൂമിൽ കിടക്കണത് എല്ലാരും ശ്രദ്ധിക്കണ്ടാ. നമ്മളിവിടെ കിടന്ന പൊസിഷൻ അടക്കം അവര് പറഞ്ഞു. ആരും പറയണത് പോയി ഒളിഞ്ഞു കേൾക്കാറുമില്ല, നോക്കാറുമില്ല. അവര് ഒളിഞ്ഞു നിന്ന് കേട്ടു എന്നൊക്കെ. അതുകൊണ്ടാണ് അവർക്ക് തന്നെ ടാസ്ക് കൊടുത്തത്. അവർ ഒളിഞ്ഞു കേൾക്കണത് ബിഗ് ബോസിന് കാണാലോ. അതുകൊണ്ടാണ് അവർക്ക് ടാസ്ക് കൊടുത്തതെന്ന് അൻസിബ. അവൻ മലന്നാണ് കിടന്നത്, കമഴ്ന്നാണ് എല്ലാം അറിയാം. എങ്ങനെ കേൾക്കാണ്ടിരിക്കും? പീപ്പിൾസ് റൂമിൽ ഇരുന്ന് സംസാരിച്ച ടണൽ റൂമിൽ കേൾക്കാന്ന് ജിൻഡോ പണ്ടേ പറഞ്ഞല്ലേ. നോക്കണുണ്ടെന്ന് മനസ്സിലായി. ദേ കേൾക്കണവര്. എന്താ സീലുള്ളത്? നോറ വന്നേക്കാ. എന്നെ എപ്പോഴാ നിങ്ങൾ ഈ ബെൽറ്റി കയറ്റാ? എന്തുവാ ഇത്? അങ്ങോട്ട് കൊടുക്കുമാരേട്ടാ. ഇരിക്കുന്നില്ല.
നോറ പറയണം എനിക്ക് കയറണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളെ ബെൽറ്റി കയറിയെന്നല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് കളിച്ചാൽ മതി, സിംഗിൾ ആയിട്ട് കളിച്ചാൽ മതി. ടീവി കയറണ്ട, ഞാൻ ഇത്രയും ദിവസം എങ്ങനെയാണ് എനിക്ക് ഒറ്റയ്ക്ക് കളിച്ച് കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. നിങ്ങളുടെ കൂടെ കൂടി കഴിഞ്ഞാലേ എന്റെ ഇപ്പോഴത്തെ ഫാൻസ് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇത്രയും ദിവസം എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ്. സത്യം ഉള്ളത് പറയാലോ, ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും മൂലക്ക് ഇരുന്ന് ഇങ്ങനെ കുണുകുണുകുണുകുണുന്ന് സംസാരിക്കുന്നത് മാത്രമായിരുന്നു ഇന്നത്തെ പ്ലസ് എപ്പിസോഡ്. ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശോകം. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ മെയിൻ എപ്പിസോഡ് റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ അതിലൊരു സീൻ വിട്ടുപോയി. ആ സീൻ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ബിഗ് ബോസ് വേർഷൻ. അதையும் தாண்டி புனிதமானது. അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ So cute.